ആ എന്നിട്ട് ആ അത് കുഴപ്പമില്ല. ഞാൻ ഇന്നലെ വന്ന സമയത്ത് മെജോസ്റ്റിക്ഷൻ എന്ന് പറഞ്ഞ ഗുളിക കൊടുത്തായിരുന്നു. പനിക്കതല്ലേ കൊടുക്കുക? ഏതാണ്? മെഡാമോളല്ലേ? മെഡാമോള്. സ്പെല്ലിങ് അമ്മയുടെ അമ്മ മോൾ 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 മോളുടെ അല്ലല്ലേ? ഓക്കെ. ഇനി അത് കൊടുത്തോളട്ടാ. പനിക്ക് മെഡാമോള്. പിന്നെ ഒരു സംശയം, തലവേദനയ്ക്ക് അത് പറ്റുമോ? വേണ്ടല്ലേ? ഓക്കെ സാർ. നമസ്കാരം സാർ, ഞാൻ സാറിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. എന്ത് വൃത്തിയോട് കാണിക്കുന്നത്? എന്താ സാർ? ഒരു ഡോക്ടർ എടുത്താണോ മൊബൈൽ ഉപയോഗിക്കുന്നത്? അയ്യോ, മൊബൈൽ എടുത്ത് മാറ്റോ. മൊബൈൽ അല്ല സാർ, പിന്നെ ഇത് ചെവി വേദനയായിട്ട് പൊത്തി പിടിച്ചാണ്. ചെവി വേദനയായിട്ട്. അല്ല ഞാൻ പറഞ്ഞില്ലേ മൊബൈൽ അതല്ല, ചെവി വേദന. അത് ഇന്നലെ സാറിന്റെ ഹോസ്പിറ്റലിൽ ഞാൻ വന്നിരുന്നല്ലോ. എന്റെ ചെവി വേദനയായിട്ട് തൊട്ടപ്പുറത്തുള്ള നല്ലൊരു ഹോസ്പിറ്റലല്ലേ? അതിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്ന. അപ്പൊ സാർ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തുല്ലോ. ചെവി വേദനയായിട്ട്. ചെവിയുടെ എന്തോ ഒരു സാധനം, എന്തോ ഒരു ഫ്രം അടിച്ചു പോയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ സാറ് നേഴ്സിനോട് പറഞ്ഞു ഒരു 3 തുള്ളി മരുന്ന് ഊറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. 3 തുള്ളി ഡ്രോപ്സ് ചെവിയില്. അത് കുഴപ്പമില്ല. പക്ഷെ മാറിയിട്ടുണ്ടാവല്ലോ അസുഖം? മാറിയിട്ടില്ല, അത് വേറെ. പക്ഷെ അതല്ലാതെ രാത്രി 12 മണിക്ക് ശേഷം രാവിലെ വരെ വായേല് തുള്ളിമരുന്ന് ഊറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രാവിലെ വരെ ചെവി വേദനയ്ക്ക് വായേല് തുള്ളിമരുന്ന് ഊറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ വരെ, രാത്രി മുതൽ. അതിന് സാധ്യത കുറവാണ്. സാധ്യത ഉണ്ട്. അല്ല, ദാറ്റ്സ് ഇംപോസിബിൾ. നടക്കില്ല. വായിലിറ്റിക്കേണ്ട കാര്യമില്ല. രാത്രി 12 മണിക്ക് ശേഷം ഇന്ന് രാവിലെ വരെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഇറക്കിയെന്ന് അറിയാവോ? രാവിലെ വരെ തുള്ളിമരുന്നിട്ടിക്ക? ഒരു മിനിറ്റ്. ഹലോ, ചെറിയൊരു സംശയം കൂടെ ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലെ മറ്റേ പ്രഭാകരല്ലേ, നമ്മുടെ മറ്റേ ചെവി വേദനയായിട്ട് വന്നിട്ടുള്ള ഒരാളിനുള്ള ആ ഹോസ്പിറ്റല്? അതാണ് ഈ പ്രഭാകർ. ഒരാളുള്ളൂ. അതപ്പോ ഈ മറ്റേ ചെവിയിൽ ഈ ഡ്രോപ്സ് ഉണ്ടല്ലോ, തുള്ളിമരുന്നുണ്ടല്ലോ, 3 തുള്ളിയല്ലേ ഒറ്റിക്കുന്നത്? അതെ. പിന്നെ രാത്രി 12 മണിക്ക് ശേഷം എന്തിനാണ് വായിൽ മരുന്നിട്ടിക്കുന്നത്? ഞാനില്ലാത്ത സമയത്ത് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണോ? ഞാനവിടെ ഇല്ലാത്തതിന്റെ കുറവുണ്ട്, ഒരു രോഗിയാണെങ്കിൽ പോലും. കുറ്റിക്കല്ലേ? ഇല്ല, അല്ല ഉണ്ട്. തുള്ളിമരുന്ന് ഇല്ലെന്നല്ലേ പറയുന്നത്, വായിൽ ഇറ്റിക്കലില്ല. ഉണ്ടെന്ന്. ഇല്ലെന്ന് അച്ഛനാണ് സത്യം, ചോദിച്ചു നോക്കൂടി. അല്ല, ശരിക്കും ഡ്രോപ്സ് കൊടുക്കുന്നുണ്ടോ വായില്? ഇല്ലല്ലേ? പിടികിട്ടി. നിന്നോട് ഞാൻ ഏത് വാർഡിലാണ് കിടക്കാൻ പറഞ്ഞത്? 7-ാം വാർഡിലായിരുന്നു. എന്നിട്ട് എന്താ കിടക്കാൻ? അവിടെ ഫാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 9-ാം വാർഡിലേക്ക് മാറി കിടന്നായിരുന്നേ. 9-ാം വാർഡിലേക്ക് മാറി. ആ മൂലയിലല്ലേ, ലെഫ്റ്റ് സൈഡിലെ മൂലയില്, ജനലിന്റെ അടുത്തായിട്ട്. ജനലിന്റെ അടുത്ത്. അവിടെ നല്ല കാറ്റ് കിട്ടുമല്ലോ. അവിടെ നല്ല കാറ്റുണ്ടാവും. അവിടെ തന്നെ പണി കിട്ടിയത്. എടാ, അതിന്റെ മുകളിൽ ബാത്റൂമാ. അവിടുത്തെ സ്ലാബ് ലീക്കായതാ. ലീക്കായിട്ട് വെള്ളം ഇറ്റാ. രാത്രി വായം പൊളിച്ച് കിടന്നുറങ്ങുമ്പോ ആലോചിക്കണം. ഇറങ്ങി പോടുന്നു. ഓരോരുത്തർ വന്നോളൂ, വായിൽ തുള്ളി വരുന്നു. ഷേപ്പ് കണ്ടിട്ട് പന്നിപ്പനിയാണെന്ന് തോന്നുന്നു. അതേ ഷേപ്പ്. ടേക്ക് യുവർ സീറ്റ്. ഇതെങ്ങോട്ടാ വെക്കണ്ടേ? എങ്ങോട്ടാ വെക്കണ്ടേ? അവിടെ ഇരിക്കടോ. ഇരിക്കാൻ പറയുന്നത് ഇംഗ്ലീഷ് മനസ്സിലാവില്ല. എന്ത് പ്രശ്നം എന്താണ്? ഡോക്ടർ സെബാസ്റ്റ്യൻ അല്ലേ? സെബാസ്റ്റ്യൻ. അതെ. സാറിന്റെ വീട് ആദ്യം കോഴിക്കോടല്ലേ? കോഴിക്കോട്. അതെ. KSRTC സാറിന്റെ ബാക്കില് കോഴിക്കോടായിരുന്നു അല്ലേ? അപ്പൊ സാറിന്റെ വീടിന്റെ ബാക്കിലാണ് എന്റെ വീട് ആ സമയത്ത്. അതെ. പിന്നെ സാർ അവിടുന്ന് വീട് വിറ്റിട്ട് ഇവിടേക്ക് പോയല്ലേ, എറണാകുളത്ത് മഹാരാജാസ് കോളേജിന്റെ ബാക്കിലേക്ക്. അവിടുന്ന് മാറിയായിരുന്നു ഞാൻ. അവിടെ കലൂരായിരുന്നു ഞാൻ. മാറ്റം കിട്ടിയപ്പോ പിന്നെ അപ്പൊ തന്നെ ഞാൻ ഇവിടെ വീട് വിറ്റ് അങ്ങോട്ട് മാറി. മാറി എന്റെ വീടിന് മാറി. അത് കഴിഞ്ഞപ്പോ സാർ തിരുവനന്തപുരത്തേക്ക് ജോലി മാറ്റം കിട്ടി. അപ്പൊ തന്നെ ഞാൻ വീട് വിറ്റ് തിരുവനന്തപുരത്ത് സാറിന്റെ വീടിന്റെ ബാക്കില്. ഇതെന്താ എന്റെ വീടിന്റെ പുറകിലേക്ക് ഇങ്ങനെ വരാൻ കാരണം? എന്റെ അസുഖത്തിന് ഡോക്ടർക്ക് മാത്രമേ മരുന്ന് തരാൻ പറ്റത്തുള്ളൂ. ശരിയാക്കാം. സാറ് എനിക്ക് പിടിച്ചേക്കാൻ പറ്റുന്നില്ല. സാറിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. എന്താണ് അസുഖം? എന്റെ അസുഖം പുറലോകം അറിയരുത്, ആരും അറിയിക്കരുത്. പറയൂ. എനിക്ക് സ്ത്രീകളെ കണ്ടാൽ വയലന്റ് ആയി പോവും. ഞാൻ വയലന്റ്. സ്ത്രീകളെ കണ്ടാൽ വയലന്റ്, അക്രമോ, അവസ്മാരൊക്കെ, വയതൊക്കെ തൊരയൊക്കെ ഇങ്ങനെയൊക്കെ. ഞാൻ ഭയങ്കര അക്രമൊക്കെ. ഏത് സ്ത്രീകളെ കണ്ടാലും ഞാൻ 10 വർഷം എന്റെ അമ്മനെ കണ്ടിട്ട്. അമ്മേനെ കണ്ടാലും വരൂ? അമ്മനെ കണ്ടാ വരൂ. എന്റെ അമ്മായിമാരൊക്കെ പെങ്ങളെ കണ്ടാ വരൂ. ഭയങ്കര അക്രമാ. അപ്പൊ ഭാര്യയെ കണ്ടാലോ?
കല്യാണം കഴിച്ചില്ല ഈ ഒറ്റ അത് കാരണം ശരി. കൊണ്ട്. അയ്യോ കഷ്ടമായി പോയി. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. ഇത് പേടിക്കേണ്ട കാര്യമില്ല. ഇത് ഞങ്ങൾ ഈ ഡോക്ടർമാരുടെ ഭാഷയിൽ അസ്മോ മസ്കറ്റിസ് കുലാമിനാരിസം വികാരിസം എന്ന് പറയും. എനിക്ക് തോന്നിക്കണത് ആസ്മ മസ്റ്റിസ് സുലാമിനേസ് ഏത്? അങ്ങനെ സാറ് പറഞ്ഞ ആസ്മ മസ്റ്റിസ് അങ്ങനെയാണെന്ന് സുലാമിനേസ് തോന്നിയല്ലേ? എനിക്ക്. ആ, ആ. സ്ത്രീകൾ എപ്പോ കണ്ടാലും ഞാൻ വയലന്റ് ആവും. എപ്പോ കണ്ടാലും ആ. സ്ത്രീകളെ കണ്ടാലും ആ. നിർത്തടോ നിർത്തടോ. എന്താണിത്? ആ സ്ത്രീയുടെ ഫോട്ടോ എടുത്ത് മാറ്റൂ. എടോ സ്ത്രീ അല്ലത്, ബാബു ആന്റണിയുടെ ഫോട്ടോ. ബാബുവിന്റെ ഫോട്ടോ കണ്ടാലും മതി. സ്ത്രീയുടെ രൂപം മതിയല്ലേ? എത്ര വർഷമായി സീരിയല് കണ്ടിട്ട്? അതെന്താ? എല്ലാം സ്ത്രീകളല്ലേ. അയ്യോ മുഴുവൻ സ്ത്രീകളാണല്ലോ. അതുപോലെ തന്നെ സിനിമ ഉണ്ടാവില്ല ഇടയ്ക്ക്, ന്യൂൺ ഷോ സിനിമകള് രാത്രിയില്. അത് കാണണല്ലേ? അങ്ങനെയുള്ളൊന്നും കാണാൻ പറ്റൂല എനിക്ക്. ഒക്കെ ശരിയാക്കി തരാം കേട്ടോ. ബസ്സിൽ വരെ കയറാൻ പറ്റൂല. പേടിക്കണ്ട, എല്ലാം റെഡിയാക്കി തരാം. ഇരുട്ട് റൂമിലാ ഞാൻ. ഇരുട്ട് റൂമില് പുറത്തിറങ്ങി ഏട്ടാ ചായ. എടി, ചായ വേണ്ട, ചായ വേണ്ട, പോ, 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 പോ. ചായ വേണ്ട. നിക്ക്, നിക്ക്, അവിടെ നിക്ക്. ഇളകല്ലേ, ഇളകല്ലേ, ഇളകല്ലേ. പോ, പോ, പോ. ഈ ഏരിയക്ക് വരണ്ട, ചായ വേണ്ട. പോ. കണ്ടില്ലല്ലോ പിന്നെ എന്തിനാ ഇളകണ്? പോ, 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 പോ. പോ. കണ്ടോ? സ്വരം കേട്ടാലോ ഇളകോ? ഇനി കേൾക്കൂല കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബ്ലഡും യൂറിനും സ്റ്റൂളും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരൂ. എല്ലാ ആ ടെസ്റ്റ് ചെയ്യുന്നിടത്ത് പെണ്ണുങ്ങള് സ്ത്രീകൾ ഉണ്ടാവില്ലേ? ഞാൻ പോരാ അങ്ങോട്ട്. ലാബിലോ? ആ. ഉണ്ടാവില്ല. ഒന്ന് വിളിച്ചോക്ക് വെറുതെ ഞാൻ ഒരു അവിടെ മിനിറ്റ്. പോയിട്ട്. ഹലോ, ആ ലാബിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? വേണ്ട വേണ്ട വേണ്ട, ഒരെണ്ണം അവിടെ വേണ്ട. എല്ലാരും പറഞ്ഞോട്ടേക്ക്, എല്ലാരും പറഞ്ഞോട്ടേക്ക്. അതെ, ഒരു പ്രത്യേക തരം രോഗി വരുന്നുണ്ട് അവിടെ. ഓക്കെ, ഇല്ലല്ലേ, പറഞ്ഞോട്ടെ പറഞ്ഞു. എല്ലാരും പോയില്ലേ? ഒരു കുഴപ്പമില്ല. ലിസി, ഇന്നേട്ടാ ചായ. ഇതേട്ടാ ചായ. നിന്റെ അടുത്ത് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പേഷ്യന്റ് ഇവിടെ ഉള്ള സമയത്ത് ചായ കോയാന്ന് പറഞ്ഞിട്ട് തരരുതെന്ന്. അതിന് മാത്രം ഇപ്പൊ എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? ആ. ഇവിടെ വന്ന പേഷ്യന്റ് പ്രത്യേകത എന്താന്ന് നിനക്കറിയോ? എന്താ? എടി, സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വയലന്റ് ആകല. ഇങ്ങനെ ആവും. അതാണോ ഇത്ര വലിയ പ്രശ്നം? അതൊരു സൈക്കിക് ഡിസോർഡറാ. ആര്? സൈക്കിക് ഡിസോർഡർ. അതിപ്പോ അങ്ങനെ ആക്കിയോ? ആ ആണോ? പിന്നല്ലാണ്ട്. എന്നിട്ട് ഇതേപോലെ എത്ര രോഗികളാ എന്റെ അടുത്ത് വന്ന് ഞാൻ ചികിത്സിച്ചു വിട്ടിരിക്കുന്നേ. ഈ രോഗത്തിനോ? ആ എന്നിട്ട് അതൊന്നും ഇവിടെ നടക്കൂലട്ടെ കേസ്. എന്നാ ഞാനൊന്ന് നോക്കി നോക്കാം. ആരെ? ഇവനെ ടച്ച് ചെയ്യണം. ആ. ഒരു കാര്യം ഞാൻ പറയാം, ഫുൾ ഉത്തരവാദിത്തം നീ ഏറ്റെടുത്തോളണം. ഫുൾ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. അത് പ്രശ്നമാവും മോളെ. ഒരു പ്രശ്നവുമില്ല, ഞാനൊന്ന് നോക്കാം. ഉത്തരവാദിത്തം ഏറ്റെടുക്കല്ലോ. ഓ യെസ്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. അവനിപ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇപ്പൊ നീ പുറത്തു പോകുന്നു. അവൻ തിരിച്ചു വരുന്ന സമയത്ത് എടി ചായ എന്ന് ഞാൻ പറയും. അപ്പൊ നീ ചായ ഇട്ട് വരാം. അപ്പൊ അവന്റെ റിയാക്ഷൻ എങ്ങനെ ഉണ്ട് നോക്കാം. ശരി. ഓക്കെ ഓക്കെ. ഓക്കെ. പിന്നെ ആ ഫുള്ള് ഉത്തരവാദിത്തം നിനക്കാണ് കേട്ടോ. ഏറ്റുന്നേ. ഓക്കെ. എന്ത് സംഭവിക്കുന്നു ദൈവത്തിനറിയാമേ. സാർ മൈ ഗോഡ്, ഇതെന്തൊക്കെയാണ് സാർ? എന്ത് ഇതില് എന്തൊക്കെ എഴുതി? നീ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ? ഇല്ല, അത് കണ്ടപ്പോ എനിക്കറിയാം, നോക്കാൻ അല്ല, കണ്ടപ്പോ അതില് എല്ലാം അറിയുന്ന പോലെ. യൂറിൻ നോർമലാ. യൂറിൻ അല്ലത്, എന്റെ പേരാ. ആ ശരി. യൂറിൻ കുഴപ്പമില്ല. ബ്ലഡ് 30 kg. ബ്ലഡ് അല്ലത്, 30 വയസ്സാ. ആ വയസ്സ്. ബ്ലഡ് അടിയില്ലതാ. അതന്നെ. ബ്ലഡ് കുഴപ്പമില്ല കേട്ടോ. സ്റ്റൂള് കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഒരു കുഴപ്പമില്ല. ഒന്നുമില്ല. ശരിയാക്കും. നമുക്കതിൽ വഴികളുണ്ട്. ഇപ്പൊ ശരിയാക്കി തരാം. മരുന്നുണ്ട്. സത്യ. എടി ചായ ആ പറഞ്ഞത് ഓർമ്മയില്ലേ? ചായ. ഇപ്പൊ ഏട്ടാ പേടിക്കല്ലേ. അപ്പോഴേ പറഞ്ഞതാണ്. ഒരു പ്രശ്നമില്ല, ഇത് ഞാൻ ഏറ്റു. നിന്നോട് ഞാൻ പറഞ്ഞതല്ല. അപ്പൊ ശോ, ഒരു പ്രശ്നമില്ലെന്നേ. ഉത്തരവാദിത്തം മൊത്തം നീ ഏറ്റെടുത്തു. ഞാൻ ഏറ്റു. അനുഭവിക്കാനുള്ള മൊത്തം ഇവിടുന്ന് ഞാൻ അനുഭവിക്കണം. ഏറ്റു എന്ന് പറഞ്ഞില്ലേ. നമ്മള് തമ്മിലുള്ള ബന്ധം ഡോക്ടർ അറിയില്ല. ഏയ് നന്നായി.